ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഞാനിന്ന് വന്നിരിക്കുന്ന ഒരു കുഞ്ഞു ഫ്രോക്ക് എങ്ങനെ കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്യാമെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. നമ്മളിവിടെ മെറ്റീരിയൽസ് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ആ വീഡിയോ എനിക്ക് എടുക്കാൻ പറ്റിയില്ല. അളവുകളും കാര്യങ്ങളും എല്ലാം ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറയാം. അപ്പം നമുക്ക് വീഡിയോയിലോട്ട് കടക്കാം. ആദ്യം ഞാനിവിടെ ബോഡി പാർട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ലൈനിങ്ങും നല്ല പീസും എല്ലാം കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പം ബോഡി പാർട്ടിൻ്റെ അളവ് നമ്മളിവിടെ എടുത്തിരിക്കുന്നത് 8 വിഡ്ത്ത് 8, പിന്നെ ലെങ്ത് എടുത്തിരിക്കുന്നത് 9 ലെങ്ത് എടുത്തിരിക്കുന്നത്. പിന്നെ നമ്മൾ നെക്കിൻ്റെ വിഡ്ത്ത് എടുത്തിരിക്കുന്നത് 1.5, പിന്നെ ലെങ്ത് എടുത്തിരിക്കുന്നത് ഫ്രണ്ട് നെക്ക് പിന്നെ 4, ബാക്ക് നെക്ക് 2.5 എടുത്തിരിക്കുന്നത്. പിന്നെ ബാക്കിലേക്ക് ഇതുപോലെ ഒരു ഓപ്പണിങ് കൊടുത്തിട്ടുണ്ട്. നമുക്ക് കൊളുത്ത് പിടിപ്പിക്കാൻ വേണ്ടിയിട്ട് കൊച്ചുങ്ങളുടെ തല കയറാൻ പാകത്തിനാക്കി നമ്മൾ ബാക്കിലേക്ക് ഒരു കൊളുത്തും വെച്ചിട്ടുണ്ട്. അപ്പം ഇതെല്ലാം നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് നോക്കാം. ഇത് നമ്മൾ ടോപ്പൊക്കെ സ്റ്റിച്ച് ചെയ്തതിൻ്റെ ബാലൻസ് മെറ്റീരിയൽ വെച്ചാണ് നമ്മളിത് സ്റ്റിച്ച് ചെയ്യുന്നത്. അത് നമ്മൾ താഴെ ഫ്രില്ലിനുള്ള മെറ്റീരിയൽ എടുത്ത് വെച്ചിട്ടുണ്ട്. സ്ലീവ് ഒരു ഫ്രില്ല് പോലെ ചെറിയൊരു ഞൊറുവിട്ടുള്ള ഒരു സ്ലീവാണ്. അത് നമ്മളിവിടെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് സ്കർട്ട് പാർട്ടും കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതുപോലെ സ്ലീവ് 2 മടക്കി നമ്മൾ കട്ടൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് വിട്ട് വന്നിരിക്കുന്നത് 9 എന്ന് വെച്ചാൽ നമ്മൾ ഫ്രില്ല് ചെറിയ ഞൊറുവ് ഇട്ടിട്ടാണ് ഇത് ചെയ്തെടുക്കുന്നത്. അപ്പോൾ അതനുസരിച്ച് നമ്മളിവിടെ വിട്ടെടുത്തിട്ടുണ്ട്. ലെങ്ത് 4 നമ്മൾ എടുത്തിരിക്കുന്നത്. എന്നിട്ട് നമ്മളതും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. 2 സ്ലീവും ഇവിടെ നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. 2 സ്ലീവിൻ്റെ താഴ്ഭാഗം ഇതുപോലെ നമുക്കൊന്ന് ചെറുതായിട്ട് മടക്കി സ്റ്റിച്ച് ചെയ്തെടുക്കണം. എന്നിട്ട് ഇതുപോലെ നമ്മൾ ചെറിയ ഞൊറുകൾ ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. പിന്നെ നമ്മൾ എടുത്തിരിക്കുന്നത് സ്കർട്ട് പാർട്ടിനുള്ള മെറ്റീരിയൽ ഒറ്റ പീസായിട്ട് ഇതുപോലെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അത് നമ്മൾ ലെങ്ത് എടുത്തിരിക്കുന്നത് 9. നമ്മൾ 4 പീസായിട്ടുള്ളത് 4 മടക്കിയിട്ടിട്ട് 15 ഉണ്ട്. ഇത് വിട്ട് കിട്ടുന്നത് 4 മടക്കിയിട്ടിട്ട് 15 ഉണ്ട്. പിന്നുള്ളത് ലൈനിങ് ആണ്. സ്കർട്ട് പാർട്ടിനുള്ള ലൈനിങ് നമ്മളിവിടെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്കിനി സ്റ്റിച്ച് ചെയ്യാൻ തുടങ്ങാം. ആദ്യം നമുക്ക് ബോഡി പാർട്ട് ഇവിടെ സ്റ്റിച്ച് ചെയ്യാം. ഇതുപോലെ കറക്റ്റായിട്ട് വെച്ച് നെക്ക് വെച്ച് അടിച്ചു മറിച്ചെടുക്കണം. കറക്റ്റായിട്ട് വെച്ച് കൊടുക്കുക. ഇതുപോലെ കറക്റ്റായിട്ട് വെച്ച് കൊടുത്ത് നമുക്കത് അടിച്ചു മറിച്ചെടുക്കാം. ഇതുപോലെ നെക്ക് കറക്റ്റായിട്ട് വെക്കുക. ലൈനിങ്ങുമായിട്ട് ചേർത്ത് വെച്ചിട്ട് അത് അടിച്ചു മറിച്ചെടുക്കണം. ഇതുപോലെ ആദ്യം നമുക്ക് ഫ്രണ്ട് നെക്ക് ഇതുപോലെ ഒന്ന് അടിച്ച് മറിച്ചെടുക്കാം. അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അടുത്തുള്ള ബെൽ ബട്ടൺ അമർത്താണ് ഞാൻ ഇതുപോലെ ഇടുന്ന വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് കാണാവുന്നതാണ്. പിന്നെ ഞാൻ ഇട്ടിരിക്കുന്ന വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. നമ്മൾ പിന്നെ കൈക്കുഴി ഇതുപോലെ അടിച്ചിട്ട് നമ്മളത് മറിച്ചെടുക്കുകയാണ്. ഇതുപോലെ അടിച്ചിട്ട് നമുക്ക് മറിച്ചെടുത്താൽ സ്റ്റിച്ചിങ് എല്ലാം ഉള്ളിലേക്ക് പോകും. ഇതിനു മുമ്പ് നമ്മളൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. കൈക്കുഴിയുടെ നെക്കിൻ്റെ ഷോൾഡറിൻ്റെ എല്ലാം കൂടെ സ്റ്റിച്ചിങ് ഉള്ളിലേക്ക് പോകാൻ പാകത്തിന് നമ്മൾ എങ്ങനെ സ്റ്റിച്ച് ചെയ്യാന്നുള്ളത് അത് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അത് പോയി കാണുക. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പം നമ്മൾ കൈക്കുഴിയുടെ അവിടെയും കുത്തിട്ട് കൊടുത്തു, നെക്കിലൊക്കെ കുത്തിട്ട് കൊടുത്തിട്ട് അത് നമുക്കൊന്ന് മറിച്ചെടുക്കണം. ഇതുപോലൊന്ന് മറിച്ചെടുക്കാം. ഫ്രണ്ട് പീസാണ്. ഫ്രണ്ട് പീസ് നമുക്കിതുപോലൊന്ന് മറിച്ചെടുക്കണം. ഇതുപോലെ മറിച്ചെടുക്കാം. എന്നിട്ട് നമുക്ക് ഒരേ സ്റ്റിച്ചിങ്ങും കൊടുക്കാം. കറക്റ്റായിട്ട് വെച്ച് കൊടുത്ത് നെക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇതുപോലെ ബാക്ക് പീസ് എടുക്കാം. ബാക്ക് പീസ് എടുത്തിട്ട് നമുക്ക് നെക്കൊന്ന് അടിച്ച് മറിച്ചെടുക്കണം. ഇതുപോലെ കറക്റ്റായിട്ട് വെച്ച് നെക്ക് അടിച്ച് കൊണ്ടുവരാം. നെക്ക് അടിച്ച് കൊണ്ടുവന്ന് താഴേക്ക് കൊണ്ടുവന്നിട്ട് ഇതുപോലെ നെക്ക് കൊണ്ടുവരിക. എന്നിട്ട് നമ്മൾ ആ ഓപ്പണിങ് വരുന്ന ഭാഗത്തുനിന്ന് സ്റ്റിച്ച് ചെയ്ത് താഴേക്ക് കൊണ്ടുവന്ന് അവിടെ സൂചി നിർത്തി വീണ്ടും മുകളിലേക്ക് കൊണ്ടുവന്ന് വീണ്ടും നെക്ക് ഫുള്ളായിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇതുപോലെ കറക്റ്റായിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം. എന്നിട്ട് കൈക്കുഴിയും സ്റ്റിച്ച് ചെയ്യാം. ഇതുപോലെ വെച്ച് നമുക്ക് കൈക്കുഴി 2 കൈക്കുഴിയും നമുക്കിതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കാം. നമ്മൾ സ്റ്റിച്ച് ചെയ്തിട്ട് അത് നെക്കെല്ലാം കട്ട് ചെയ്ത് മാറ്റി അതിനും കൊത്തിട്ട് കൊടുക്കുക. അത് നമ്മൾ മറിച്ചെടുക്കുന്നില്ല. നേരത്തെ വീഡിയോയിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് ഡീറ്റെയിൽ ആയിട്ട്. ഇതുപോലെ നെക്ക് നമുക്ക് കട്ട് ചെയ്ത് മാറ്റാം. കട്ട് ചെയ്ത് മാറ്റിയിട്ട് നമുക്കെല്ലാം കൊത്തിട്ട് കൊടുക്കാം. ഇനി ഇതുപോലെ നമ്മൾ ആ ഓപ്പണിങ് വരുന്ന ഭാഗം ഫുള്ളായിട്ട് ഇതുപോലെ ഒന്ന് കൊത്തിട്ട് കൊടുക്കുക. എന്നിട്ട് ആ കോൺ വരുന്ന ഭാഗങ്ങളെല്ലാം ഒന്ന് കൊത്തിട്ട് കൊടുക്കുക. ഫുള്ളായിട്ട് ഇതുപോലെ ഒന്ന് ഇട്ട് കൊടുക്കാം. കൈക്കുഴിയൊക്കെ ഫുള്ളായിട്ട് നമുക്കിതുപോലെ ചെയ്തെടുക്കാം. ഇതുപോലെ ഞാനിവിടെ ഫുള്ളായിട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മൾ എന്നിട്ട് ഇത് മറിച്ചെടുക്കണ്ട. ഞാൻ മറിച്ചെടുക്കുന്നില്ല. ഇത് കണ്ടോ, മറിച്ചെടുക്കാതെ ഇതിൻ്റെ ഉള്ളിൽ കൂടി കയറ്റി കൊടുക്കണം. ഇതുപോലെ ഫ്രണ്ട് പീസ് ബാക്ക് പീസിൻ്റെ ഉള്ളിൽ കൂടി ഇതുപോലെ കയറ്റി കൊടുത്തിട്ട്
നമുക്കത് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഷോൾഡർ രണ്ടും ഇതുപോലെ കറക്റ്റായിട്ട് വെച്ച് നമുക്കത് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അപ്പോൾ സ്റ്റിച്ചിങ് ഒട്ടും പുറത്തേക്ക് വരില്ല, എല്ലാം ഉള്ളിലേക്ക് പൊക്കോളും. അതായത് നമ്മളൊരു അക്കോബാഡ മെറ്റീരിയലാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. ബോഡി പാർട്ടായിട്ട് സ്കർട്ട് പാർട്ടായിട്ട് നമ്മൾ എടുത്തിരിക്കുന്ന റയോണിൻ്റെ മെറ്റീരിയലുമാണ്. നമുക്ക് സിമ്പിളായിട്ട് മക്കൾക്കൊക്കെ വേഗം സ്റ്റിച്ച് ചെയ്തിട്ട് കൊടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ഫ്രോക്കാണ്. നമുക്കൊക്കെ ചുരിദാറൊക്കെ സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പോൾ ബാലൻസ് വരുന്ന മെറ്റീരിയൽ വെച്ച് നമുക്ക് സിമ്പിളായിട്ട് വളരെ വേഗത്തിൽ തന്നെ ഇത് ചെയ്തെടുക്കാൻ കഴിയും. ഇത് കണ്ടോ. എന്നിട്ട് നമ്മളതൊക്കെ മറിച്ചെടുത്ത് ബാക്ക് പീസ് എല്ലാം കറക്റ്റായിട്ട് കോണുകളെല്ലാം കറക്റ്റായിട്ട് ആക്കി കൊടുക്കുക. അതായത് ഇതുപോലെ കോൺ വരുന്ന ഭാഗങ്ങളെല്ലാം കറക്റ്റാക്കി ലെവലാക്കി കൊടുക്കുക. എന്നിട്ട് നമ്മളൊന്ന് അയൺ ചെയ്താൽ അത്രയും നല്ലതായിരിക്കും. ഇതുപോലെ നമ്മൾ ഫുള്ളായിട്ട് മാറ്റിയെടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്കിനി ഇവിടെ സ്ലീവ് വെച്ച് കൊടുക്കണം. സ്ലീവ് നമ്മളിവിടെ അറ്റാച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. സ്ലീവിൻ്റെ താഴ്ഭാഗം നമ്മൾ മടക്കി സ്റ്റിച്ച് ചെയ്തു. എന്നിട്ട് ഇവിടെ സെൻറ്റർ നമുക്കൊന്ന് കൊത്തിട്ട് കൊടുക്കണം. സെൻറ്റർ ഭാഗം ഞാനിവിടെ അടയാളപ്പെടുത്തിയിട്ടുണ്ട്. എന്നിട്ട് സെൻറ്റർ ഭാഗത്ത് ഇതുപോലെ കറക്റ്റായിട്ട് വെച്ച് കൊടുത്തിട്ട് സ്ലീവ് ഉള്ളിലേക്ക് വരാൻ പാകത്തിന് വെച്ച് കൊടുക്കുക. എന്നിട്ട് നമുക്കിത് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇതുപോലെ കറക്റ്റായിട്ട് ഞാൻ സ്ലീവ് ആദ്യം ഉള്ളിലേക്ക് വയ്ക്കാമെന്ന് എഴുതി, പിന്നെ വേണ്ടാന്ന് എഴുതി. ഇതുപോലെ പുറത്തേക്ക് വെച്ചിട്ടാണെങ്കിലും നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുത്താൽ മതി. ഇതുപോലെ വെച്ച് കൊടുത്ത് നമുക്കത് സ്റ്റിച്ച് ചെയ്തെടുക്കാം കറക്റ്റായിട്ട്. എന്നിട്ട് ചെറിയ ഞൊറുകൾ ഇട്ട് കൊടുക്കാം. ഇതുപോലെ സെൻറ്ററിൽ നിന്നും താഴേക്ക് ചെറിയ ഞൊറുകൾസ് ഇട്ട് കൊടുത്തിട്ട് കൈക്കുഴി തീരുന്ന ഭാഗം എവിടെയാണോ അവിടം വരെ നമുക്ക് കിട്ടണമെന്ന് നോക്കുക. എന്നിട്ട് നമ്മൾ ഫുള്ളായിട്ട് ഇതുപോലെ ഞൊറുകൾ ഇട്ട് കൊടുക്കാം. ചെറിയ ഞൊറുകൾ ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കുക. എന്നിട്ട് തിരിച്ച് വെച്ച് വീണ്ടും നമുക്കത് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇതുപോലെ കറക്റ്റായിട്ട് വെച്ച് നമുക്കത് ഫുള്ളായിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇതുപോലെ ഞാനിവിടെ ഫുള്ളായിട്ട് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതുപോലെ കറക്റ്റായിട്ട് വെച്ച് നമുക്കത് ഞൊറിട്ട് കൊടുക്കാം. വീണ്ടും സെൻറ്റർ ഭാഗത്ത് എത്തുമ്പോൾ അവിടെ നിന്ന് താഴേക്ക് സ്റ്റിച്ച് ചെയ്യുമ്പോഴത്തേക്കും സ്ലീവ് വീണ്ടും നമുക്ക് ഞൊറിട്ട് കൊടുക്കാം. അങ്ങനെ ഫുള്ളായിട്ട് നമുക്കത് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇതുപോലെ കറക്റ്റായിട്ട് ഞാനിവിടെ ഫുള്ള് ആയിട്ട് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. രണ്ട് സ്ലീവും അതുപോലെ ചെയ്തെടുത്തു. അതിനുശേഷം നമുക്ക് രണ്ട് സൈഡും സ്റ്റിച്ച് ചെയ്തെടുക്കണം. ഇതുപോലെ രണ്ട് സൈഡും നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ബോഡി പാർട്ടിൻ്റെ രണ്ട് സൈഡും കറക്റ്റായിട്ട് വെച്ച് കൊടുത്ത് നമുക്കത് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇതുപോലെ കൈക്കുഴിയുടെ അങ്ങ് അറ്റം വരെ നമ്മളത് ഫ്രില്ലിട്ട് കൊടുത്തിട്ടില്ല, കുറച്ച് ഇങ്ങോട്ട് മാറിയിട്ടാണ്. അപ്പം ഇതുപോലെ കറക്റ്റായിട്ട് വെച്ച് കൊടുത്ത് നമുക്ക് സൈഡ് അടിച്ചു കൊടുക്കാം. എന്നിട്ട് നമുക്ക് താഴ്ഭാഗത്ത് എത്തുമ്പോഴത്തേക്കും ഒരു ബെൽറ്റ് വെച്ച് കൊടുക്കണം, ബാക്കിലേക്ക് കെട്ടാൻ പാകത്തിന്. എല്ലാ ഫ്രോക്കിനും നമ്മൾ സാധാരണ ബെൽറ്റ് വെച്ച് കൊടുക്കാറുണ്ടല്ലോ ബാക്കിലേക്ക് വലിച്ചു കെട്ടാൻ. ആ രീതിക്ക് നമുക്കിത് വെച്ച് കൊടുക്കാം. അങ്ങനെ രണ്ട് സൈഡിലും അതും വെച്ച് കൊടുത്തു. എന്നിട്ടിനി നമുക്ക് സ്കർട്ട് പാർട്ട് എടുക്കാം. സ്കർട്ട് പാർട്ട് എടുത്തിട്ടുണ്ട്. അതിൻ്റെ താഴ്ഭാഗത്ത് നമുക്ക് ചെറിയ ഞൊറുകൾ ഇട്ട് കൊടുക്കണം, ഫ്രിൽസുകൾ ഇട്ട് കൊടുക്കണം. അതിനുള്ള മെറ്റീരിയൽ നമ്മളിവിടെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതുപോലെ ആദ്യം മെറ്റീരിയൽ ഇതുപോലെ കറക്റ്റായിട്ട് സ്കർട്ട് പാർട്ട് വെച്ച് കൊടുക്കാം. എന്നിട്ട് അതിൻ്റെ മുകളിലായിട്ട് ബോഡി പാർട്ട് ഇതുപോലെ കറക്റ്റായിട്ട് വെച്ച് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കാം. ചുറ്റിനും ഫ്രില്ലിട്ട് കൊടുക്കുക. ബോഡി പാർട്ട് ഫുള്ളായിട്ട് സ്കർട്ട് പാർട്ട് ഫുള്ളായിട്ട് ഞാനിവിടെ സ്റ്റിച്ച് ചെയ്ത് വെച്ചിട്ടുണ്ട് റൗണ്ടായിട്ട്. അതെനിക്ക് വീഡിയോയിൽ കാണിക്കാൻ പറ്റിയില്ല. എന്നിട്ട് ഫുള്ളായിട്ട് നമുക്കിത് ഞൊറിട്ട് കൊടുക്കാം. ഇതുപോലെ കറക്റ്റായിട്ട് വയ്ക്കുക. എന്നിട്ട് ഫുള്ളായിട്ട് ഞൊറിട്ട് കൊടുക്കുക. ഇതിന് ചുറ്റിനും നമ്മളിതുപോലെ ചെറിയ ഫ്രില്ലുകൾ ഇട്ട് കൊടുക്കുകയാണ്. ഇതിനു മുമ്പ് നമ്മൾ ഒരുപാട് വീഡിയോസ് ഇട്ടിട്ടുണ്ട്. ഫ്രോക്ക് സ്റ്റിച്ച് ചെയ്യുന്നതിൻ്റെയും ടോപ്പ് സ്റ്റിച്ച് ചെയ്യുന്നതിൻ്റെയും പല മോഡലുകൾ സ്റ്റിച്ച് ചെയ്യുന്നതിൻ്റെ വീഡിയോസ് ഇട്ടിട്ടുണ്ട്. അതൊക്കെ പഠിക്കാൻ താല്പര്യമുള്ളവർ ആ വീഡിയോസ് എല്ലാം പോയി കാണുക. പിന്നെ നമുക്ക് സെയിലുണ്ട്, മെറ്റീരിയൽസായിട്ടും സെയിൽ ചെയ്യുന്നുണ്ട്, ഡ്രസ്സായിട്ടും സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അങ്ങനെയൊക്കെ ആവശ്യമുള്ളവർ കോൺടാക്റ്റ് ചെയ്യുക. കോൺടാക്റ്റ് ചെയ്യാനുള്ള നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അതിൽ കോൺടാക്റ്റ് ചെയ്താൽ മതി. ഒരടിപൊളി മെറ്റീരിയൽസൊക്കെ വന്നിട്ടുണ്ട്. ഒത്തിരി അടിപൊളി മെറ്റീരിയൽസുകളൊക്കെ വന്നിട്ടുണ്ട്. റേറ്റ് കുറഞ്ഞ മെറ്റീരിയൽസൊക്കെ ഉണ്ട്. അപ്പോൾ ആവശ്യമുള്ളവർ കോൺടാക്റ്റ് ചെയ്യുക. അപ്പോൾ അന്നേരം നമ്മൾ ഈ സ്കർട്ട് പാർട്ട് സ്റ്റിച്ച് ചെയ്തല്ലോ ബോഡി പാർട്ടുമായിട്ട്. എന്നിട്ട് അതിൻ്റെ താഴെ നമുക്ക് ചെറിയ ഫ്രിൽസ് ഇട്ട് കൊടുക്കണം. ഒരു 4 ഇഞ്ച് വീതിക്ക് നമ്മൾ മെറ്റീരിയൽ എടുത്തിട്ടുണ്ട്. എന്നിട്ട് അതും നമുക്കിതിൻ്റെ മുകളിൽ കൂടി വെച്ചിട്ട് ഇതുപോലെ രണ്ട് സൈഡും ഞാനതിൻ്റെ സ്റ്റിച്ച് ചെയ്തെടുത്തേക്കുവാണ്, മടക്കി സ്റ്റിച്ച് ചെയ്ത് കൊടുത്തേക്കുവാണ്.
എന്നിട്ട് നമുക്കിത് ഇതുപോലെ ഈ സ്കർട്ട് പാർട്ടിൻ്റെ മുകൾ വശത്താണ് നമ്മളിത് വെച്ച് കൊടുത്തിരിക്കുന്നത്. മുകളിലേക്കാണ് വെക്കുന്നത്. മുകളിലേക്ക് വെച്ചിട്ട് ചെറിയ ചെറിയ ഇതുപോലെ ചെറിയ ചെറിയ ഞൊറുട്ട് കൊടുക്കുക. എന്നിട്ട് നമുക്കത് ഫുള്ളായിട്ട് ചുറ്റിനും നമുക്കത് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇത്രയേ ഉള്ളൂ ഈ ഫ്രോക്കിൻ്റെ സ്റ്റിച്ചിങ് എന്ന് പറയുന്നത്. നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ നമ്മൾ പിന്നെ സ്കർട്ട് പാർട്ടിൻ്റെ ലൈനിങ്ങും അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ ഈ ഫ്രോക്കിൻ്റെ കട്ടിങ്ങിൻ്റെ സ്റ്റിച്ചിങ്ങിൻ്റെ വീഡിയോ. വളരെ വേഗത്തിൽ നമുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു, യൂസ്ഫുള്ളായെന്ന് കരുതുന്നു. വീഡിയോ കണ്ട എല്ലാവർക്കും താങ്ക് യു ഫോർ വാച്ചിങ്.